ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്നിങ്ങനെയുള്ള രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റിസോഴ്സ് ഒക്കെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിരുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞപ്പോൾ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് തമ്മിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉപയോഗിച്ച് ഡിജിറ്റൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി ടു ഡിവൈസസ് ത്രൂ എ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് എലമെന്റ്സ് നമുക്ക് നോക്കാം. രണ്ട് ഡിവൈസ് തമ്മിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരുപാട് ഡിവൈസ് ഉണ്ടാകും. ഒന്നിലധികം ഡിവൈസുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും രണ്ട് ഡിവൈസിന്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യണം. അപ്പം ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഡിവൈസിനെ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ എന്നൊക്കെ നമ്മൾ പറയും. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ പൊതുവെ നോഡ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഏത് നോഡ് ഉപയോഗിച്ചാണോ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആ നോഡിനെ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിനെ സെൻഡർ എന്ന് പറയും. ഏത് കമ്പ്യൂട്ടറാണോ അല്ലെങ്കിൽ ഏത് നോഡാണോ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് ആ ഡിവൈസിനെ റിസീവർ എന്ന് പറയും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു സെൻഡറും ഉണ്ടാകും, ഒരു റിസീവറും ഉണ്ടാകും, ഒരു മെസ്സേജും ഉണ്ടാകും. മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഇൻഫർമേഷൻ ആണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും വരാം. അത് ടെക്സ്റ്റ് ആവാം, പിക്ചർ ആവാം, ഓഡിയോ ആകാം, വീഡിയോ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പം ഏത് നോഡ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അതിനെ സെൻഡർ എന്ന് പറയും. ഏത് നോഡ് ഉപയോഗിച്ചിട്ടാണോ ഈ മെസ്സേജിനെ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സിസ്റ്റം ആണോ ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് ആ ഡിവൈസിനെ റിസീവർ എന്ന് പറയും. ഇനി സെൻഡറിനും റിസീവറിനും ഇടയ്ക്ക് ഒരു പാത്ത് ഉണ്ടായിരിക്കണം. ആ പാത്തിൽ കൂടി മാത്രമേ ഈ മെസ്സേജിനെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ പാത്തിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പം ഏത് രീതിയിലാണോ ഈ മെസ്സേജ് സെൻഡറിൻ്റെ അടുത്ത് നിന്ന് റിസീവറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ആ ഫിസിക്കൽ പാത്തിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ഈ നോഡ്സ് കണക്റ്റഡ് ആയിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് പറയും, മീഡിയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻഡറിന്റെയും റിസീവറിന്റെയും ഇടയ്ക്ക് ഒരു മെസ്സേജ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ട്രാൻസ്മിഷൻ മീഡിയം വഴി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അതിനെ നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് മെസ്സേജ് ഉണ്ട്, സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, മീഡിയം ഉണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷനെ മെസ്സേജ് എന്ന് പറയും. ഡാറ്റ ട്രാൻസ്മിഷൻ തുടങ്ങി വെക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അതിനെ സെൻഡർ എന്ന് പറയും. ഏത് നോഡാണോ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അതിനെ റിസീവർ എന്ന് പറയും. സെൻഡറിൻ്റെ അടുത്ത് നിന്ന് റിസീവറിലേക്ക് ഈ മെസ്സേജ് എത്തുന്ന ആ പാത്തിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റൂൾസിനെയാണ് പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്. ഇതൊരു 2-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കണക്ഷനിലേക്കും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഇത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. ഒരു നെറ്റ്വർക്കിലെ രണ്ട് ഡിവൈസിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്റ്റഡ് ആയിരിക്കണം. അപ്പം ഏത് രീതിയിലാണോ ഒരു ഡിവൈസിനെ മറ്റൊരു ഡിവൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് അതിനെയാണ് ആ മീഡിയത്തിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് പാത്തിൽ കൂടിയാണോ ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് ഒരു മെസ്സേജ് എത്തുന്നത് ആ പാത്തിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയും. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഗൈഡഡ് ഉണ്ട്, അൺഗൈഡഡ് ഉണ്ട്. ഗൈഡഡ് അല്ലെങ്കിൽ വയേർഡ് മീഡിയം എന്ന് പറയും. വയേർഡ് മീഡിയത്തിൽ ഫിസിക്കൽ വയേഴ്സ്, കേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇനി അൺഗൈഡഡ് മീഡിയം ഉണ്ട്, അൺഗൈഡഡ് അല്ലെങ്കിൽ വയർലെസ് മീഡിയം ഉണ്ട്.
അവിടെ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് സിഗ്നൽസ് തുടങ്ങിയവയുടെ സഹായത്തോടെയായിരിക്കും ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗൈഡഡ്, പിന്നൊന്ന് അൺഗൈഡഡ്. ഗൈഡഡിനെ തന്നെ വയേർഡ് മീഡിയം, അൺഗൈഡിനെ വയർലെസ് മീഡിയം എന്ന് പറയും. അപ്പം ഗൈഡഡ് അല്ലെങ്കിൽ അൺഗൈഡഡ്, ഇതും അല്ലെങ്കിൽ വയേർഡ് അല്ലെങ്കിൽ വയർലെസ് മീഡിയം എന്ന് പറയും. ഫിസിക്കൽ വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് വയേർഡ് മീഡിയം എന്ന് പറയുന്നത്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് തുടങ്ങിയ സിഗ്നൽസിന്റെ സഹായത്തോടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നതിനെയാണ് വയർലെസ് മീഡിയം എന്ന് പറയുന്നത്. ഈ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയേർഡ് മീഡിയത്തിനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അൺഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയർലെസ് മീഡിയത്തിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഗൈഡഡ് മീഡിയം എന്താണെന്ന് നോക്കാം. കേബിൾസ്, വയേഴ്സിന്റെയൊക്കെ സഹായത്തോടെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന നെറ്റ്വർക്കിനെയാണ് വയേർഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന കേബിൾസ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നിവയാണ്. ഇതിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്താണെന്ന് നോക്കാം. ട്വിസ്റ്റഡ് പെയർ കേബിൾ നമ്മൾ ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതായത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ലാനിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ലോ കോസ്റ്റ് കേബിളാണ്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എളുപ്പമാണ്. രണ്ട് തരത്തിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ വരുന്നുണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും ഉണ്ട്. അൺഷീൽഡഡ് എന്ന് പറയുമ്പോൾ അത് ഷോർട്ട് ഫോം ആയിട്ട് UTP എന്ന് പറയും. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണെങ്കിൽ STP കേബിൾസ് എന്ന് നമ്മൾ പറയും. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും രണ്ട് കോപ്പർ വയേഴ്സ്, കോപ്പർ വയറാണ് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത്. രണ്ട് കോപ്പർ വയേഴ്സ് തമ്മിൽ ഒരു DNA ഷേപ്പിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് മെയിനായിട്ട് വരുന്ന അതിൻ്റെ കമ്പോണന്റ്, ട്വിസ്റ്റഡ് പെയർ, ഒരു പെയർ. ഇപ്പോൾ ഒരു പെയർ നോക്കുകയാണെങ്കിൽ രണ്ട് കോപ്പർ വയേഴ്സ് തമ്മിൽ DNA ഷേപ്പിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതുപോലെയുള്ള രണ്ടോ അതിലധികമോ പെയേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓരോന്നിനും ഓരോ കളർ കോഡ് ഉണ്ടായിരിക്കും അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഈ ഓരോ കോപ്പർ വയറിനും ഒരു പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. അത് ഇന്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ രണ്ട് കോപ്പർ വയറുകൾ തമ്മിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇന്റർഫറൻസ് മൂലം ഇൻഫർമേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് പ്ലാസ്റ്റിക് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഓരോന്നും ഓരോ കളർ കോഡാണ്. ഓരോ കളറിലുള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വയേഴ്സ്, ഓരോ പെയറിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള രണ്ടോ അതിലധികമോ ട്വിസ്റ്റഡ് പെയർസ് ഒരു കേബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2, 40, 200 അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഒരു കേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് എൻക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ട്വിസ്റ്റഡ് പെയർസ്, ഇപ്പം ഇതിനകത്ത് 4 പെയറാണ് കാണിച്ചിരിക്കുന്നത്. ഈ 4 പെയർസിനെയും കൂടി ചേർത്ത് കവർ ചെയ്ത് ഒരു ഔട്ടർ ജാക്കറ്റും ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് UTP കേബിൾ വരുന്നത്. ഇനി UTP കേബിൾ പറഞ്ഞ പോലെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞ പോലെ തന്നെ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ കേബിളാണ്. ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ലോ കോസ്റ്റ് കേബിളാണ്. ഇത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷനും ലാനിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരേ സമയം 100 മീറ്റർ വരെ ഡാറ്റ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. 100 മീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറയും. സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യും. ഇത് ഒറിജിനലി അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് രീതിയിലുണ്ടായിരുന്നോ അതേ സ്ട്രെങ്ത്തിൽ തന്നെ ആ സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യാണ് റിപ്പീറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പം 100 മീറ്റർ ആ ഒരു ലെങ്ത്തിലൊക്കെ ഡാറ്റ ക്യാരി ചെയ്യാനാണ് UTP കേബിളിന് സാധിക്കത്തുള്ളൂ. ഇനി ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഡയഗ്രാം നോക്കുക. അതിൻ്റെ അകത്ത് കോൺഫിഗറേഷനിൽ ഓരോ പെയർസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഓരോ പെയറിനെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിങ്ങും കൂടി ഉണ്ടായിരിക്കും. അതാണ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത്. ഓരോ ട്വിസ്റ്റഡ് പെയറിനെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഷീൽഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഔട്ടർ ഷീൽഡും കൂടി ഉണ്ടായിരിക്കും. അപ്പം ഓരോ പെയറിനെയും ഷീൽഡിങ് കൊടുക്കുന്നത് വഴി നോയ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം കുറച്ചും കൂടി കൂടുതൽ ദൂരം 100 മീറ്ററിന് അപ്പുറത്തേക്കൊരു ഡിസ്റ്റൻസിലേക്ക്, ലെങ്ത്തിലേക്ക് നമുക്ക് ഡാറ്റ ക്യാരി ചെയ്യാനായിട്ട് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഉപയോഗിച്ച് സാധിക്കും. ഇത് UTP കേബിളിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ്. UTP കേബിളിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഇൻസ്റ്റാൾ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി RJ45 കണക്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ UTPനെ, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനെ, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനെ ഒക്കെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് RJ45 കണക്ടർ. ഇത് ഉപയോഗിച്ച് നമ്മൾ
ട്വിസ്റ്റഡ് പെയർ കേബിൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുമ്പോൾ ഒരു കോപ്പർ വയർ ഉണ്ടാവും. ഓരോ കോപ്പർ വയറിനും ഒരു പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉണ്ടാകും. രണ്ട് കോപ്പർ വയറുകൾ തമ്മിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഫോമിലാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ വരുന്നത്. അങ്ങനെ രണ്ടോ അതിലധികമോ പെയേഴ്സ് ഒരു ഔട്ടർ ജാക്കറ്റിൽ കവർ ചെയ്തിട്ടുള്ള രീതിയിലാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ വരുന്നത്. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിലാണെങ്കിൽ ഓരോ പെയറിനെയും സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഷീൽഡും കൂടി ഉണ്ടായിരിക്കും. ഇതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അടുത്തത് കോയാക്സിയൽ കേബിൾ. കോയാക്സിയൽ കേബിളിൽ ഒരു ഇന്നർ കണ്ടക്ടർ ഉണ്ടായിരിക്കും. ഒന്നോ അതിലധികമോ കോപ്പർ വയേഴ്സ് ആണ് ഇന്നർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത്. അതിനെ കവർ ചെയ്ത് ഒരു ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. അതിന് പുറമേ ആയിട്ട് ഒരു ഔട്ടർ കണ്ടക്ടർ ഉണ്ടായിരിക്കും. മെറ്റൽ ഫോയിൽ അല്ലെങ്കിൽ ഒന്നിലധികം വയേഴ്സ് ഒക്കെ കോപ്പർ വയേഴ്സ് ആണ് ഈ ഭാഗത്ത് ഔട്ടർ കണ്ടക്ടറിൽ വരുന്നത്. ഒരു കോപ്പർ മെഷ്. ഇനി ഇതെല്ലാത്തിനെയും ഇന്നർ കണ്ടക്ടറിനെയും ഇൻസുലേഷനെയും ഔട്ടർ കണ്ടക്ടറിനെയും കൂടി കവർ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാക്കറ്റ് ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് കോയാക്സിയൽ കേബിൾ വരുന്നത്. ഇന്നർ കണ്ടക്ടറിൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നു. ഔട്ടർ കണ്ടക്ടറിൽ ഉള്ള കോപ്പർ വയേഴ്സ് നോയ്സിനെ അബ്സോർബ് ചെയ്യുന്നു. നോയ്സിനെ അബ്സോർബ് ചെയ്യുന്നത് മൂലം ഈ നോയ്സ് നമ്മുടെ ഇൻഫർമേഷനെ ബാധിക്കാതെ തടയാനായിട്ട് സാധിക്കും. ഇനി കോയാക്സിയൽ കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ടെലിവിഷൻ നെറ്റ്വർക്കിൽ, ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ലാനിലൊക്കെയാണ്. ഇത് 185 മീറ്റർ തൊട്ട് 500 മീറ്റർ വരെ ഡാറ്റ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഔട്ടർ ഷീൽഡ് ഉള്ളത് കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് കുറവായിരിക്കും. ട്വിസ്റ്റഡ് പെയറിനേക്കാളും തിക്നെസ് കൂടുതലായിരിക്കും. ട്വിസ്റ്റഡ് പെയർ ഉപയോഗിക്കുന്നത് പോലെ അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇൻസ്റ്റോൾ ചെയ്യാൻ ട്വിസ്റ്റഡ് പെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻസ്റ്റലേഷനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ട്വിസ്റ്റഡ് പെയറിന് ക്യാരി ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ദൂരം ഡാറ്റ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് കോയാക്സിയൽ കേബിൾ. അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ലൈറ്റ് സിഗ്നൽസ് ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സിലിക്ക ഗ്ലാസ് അല്ലെങ്കിൽ തിൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. ലൈറ്റ് സിഗ്നൽസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാറ്റ വളരെ ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്റ്റിക്കൽ ഫൈബറിന് 3 ഭാഗങ്ങളാണുള്ളത്. ഏറ്റവും സെൻട്രൽ പൊസിഷനിലുള്ളതാണ് കോർ. കോർ എന്ന് പറയുന്നതാണ് സിലിക്ക ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ത്രെഡ്സ്. ഇതുവഴിയാണ് ലൈറ്റ് സിഗ്നൽസ് ട്രാവൽ ചെയ്യുന്നത്. ഇതിനെ കവർ ചെയ്ത് ഒരു ക്ലാഡിംഗ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ക്ലാഡിംഗ് നിർമ്മിച്ചിരിക്കുന്നതും സിലിക്ക ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. ഇത് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അത് ചെയ്യുന്നത് ഈ കോറിൽ നിന്ന് ഉള്ള ഏതെങ്കിലും ഒരു ലൈറ്റ് സിഗ്നൽ പുറത്തു പോകാനായിട്ട് നോക്കുകയാണെങ്കിൽ അത് തിരിച്ച് കോറിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. അതുവഴി കോറിൽ നിന്ന് നമ്മൾ ഡാറ്റ ക്യാരി ചെയ്യുന്ന ലൈറ്റ് സിഗ്നൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ളിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. കോറിനെയും ക്ലാഡിങ്ങിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു ഔട്ടർ കവറിങ്ങും ഉണ്ടായിരിക്കും. ബഫർ എന്നൊക്കെ പറയും. ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോയ്സ്ചറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ടർ കോട്ടിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒന്നിലധികം ഫൈബേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം കൂടി പ്രൊട്ടക്ട് ചെയ്ത് ഒരു കേബിൾ ജാക്കറ്റും കൂടി ഉണ്ടായിരിക്കും. ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഴ്സ് സൈഡിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ തിരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് സൈഡിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, ലേസർ ഡയോഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ മോഡുലേഷൻ എന്ന് പറയും. റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ തിരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റണം. അതിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രോസസ്സിനെ ഡീമോഡുലേഷൻ എന്ന് പറയും. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് 2 തരത്തിലുണ്ട്. സിംഗിൾ നോഡ് ഉണ്ട്, മൾട്ടി നോഡ് ഉണ്ട്. സിംഗിൾ നോഡ്, മൾട്ടി നോഡ് ഡിഫറൻസ് പറയുന്നത് അതിന്റെ ഡയമീറ്ററിന്റെ ബേസ് ചെയ്തിട്ടാണ്. സിംഗിൾ നോഡിൽ ഡയമീറ്റർ കുറവായിരിക്കും, മൾട്ടി നോഡിൽ ഡയമീറ്റർ കൂടുതലായിരിക്കും. ഡയമീറ്റർ കുറവായതുകൊണ്ട് തന്നെ അത് ക്യാരി ചെയ്യുന്ന ലൈറ്റ് വേവ്സ് കുറവായിരിക്കും. അതിന് മാക്സിമം സിഗ്നൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ലെങ്ത് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. ബാൻഡ് വിഡ്ത്ത് 100 Mbps ആയിരിക്കും. മൾട്ടി നോഡിൽ ഡയമീറ്റർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ലൈറ്റ് വേവ്സിനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡാറ്റ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. 100 കിലോമീറ്റർ വരെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് സാധിക്കും. അതിന്റെ ബാൻഡ് വിഡ്ത്ത് 2 GB ഒക്കെയാണ് വരുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ
ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യം കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇത് എക്സ്പെൻസീവ് ആയിരിക്കും. ട്രെയിൻഡ് പ്രൊഫഷണൽസിന് മാത്രമേ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വയേർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയും. അതിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു: കോയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ട്വിസ്റ്റഡ് വയർ. ഇനി അടുത്തത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു.